എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 23-ാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. കേരളത്തിൽ നാളെ വിദ്യാഭ്യാസ ബന്ദ്. സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് KSU. നീറ്റ് ക്രമക്കേടിനെ ചോദ്യം ചെയ്ത് സമരം ചെയ്ത വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചതിലും രാഹുൽ ഗാന്ധി അടക്കമുള്ള MP-മാരെ കയ്യേറ്റം ചെയ്തതിലും പ്രതിഷേധിച്ചാണ് നാളെ വിദ്യാഭ്യാസ ബന്ദ്. സംസ്ഥാനത്തെ കോളേജ് ക്യാമ്പസുകളിൽ മോദിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിക്കാനും ക്ലാസുകൾ ബഹിഷ്കരിക്കാനും KSU ആഹ്വാനം ചെയ്തു. ഭരണകൂട ഭീകരക്കെതിരെയാണ് വിദ്യാഭ്യാസ ബന്ദ് എന്ന് KSU വ്യക്തമാക്കി. KSUവിന് പുറമെ ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ജൂലൈ 24-ന് SFIയും അഖിലേന്ത്യാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്നും SFI അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീജൻ ഭട്ടാചാര്യ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വ്യാഴാഴ്ച കേരളത്തിൽ SFI ലോക് ഭവൻ മാർച്ച് നടത്തുമെന്ന് സംസ്ഥാന ഭാരവാഹികൾ അറിയിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാനായി കഴിഞ്ഞ സർക്കാർ രൂപീകരിച്ച സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം പിരിച്ചുവിട്ട് സഹകരണ വകുപ്പ് ഉത്തരവിറക്കി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്യാനാണ് കൺസോർഷ്യം രൂപീകരിച്ചത്. സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പ എടുത്തുകൊണ്ടാണ് കൺസോർഷ്യം പണം കണ്ടെത്തിയിരുന്നത്. സഹകരണ സംഘങ്ങളിൽ നിന്നും നിക്ഷേപത്തിന് സർക്കാർ ഗ്യാരണ്ടി നൽകിയിരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷന് സർക്കാർ ഫണ്ട് അനുവദിക്കുമ്പോൾ ഈ തുക തിരികെ നൽകുന്നതായിരുന്നു രീതി. 3000 കോടി രൂപയിലധികം സമാഹരിക്കാനാണ് ലക്ഷ്യമിട്ടത്. 2026 മാർച്ച് 31 വരെ 1125.12 കോടി രൂപ വായ്പയായി സ്വരൂപിച്ചിട്ടുണ്ട്. കൺസോർഷ്യത്തിൽ നിന്നും 9% പലിശയ്ക്കാണ് നിക്ഷേപം സ്വീകരിച്ചത്. എന്നാൽ സർക്കാരിൽ നിന്നും തുക തിരികെ ലഭിക്കാൻ കാലതാമസം നേരിടുന്നതായി സഹകരണ സംഘങ്ങൾ പരാതിപ്പെട്ടിരുന്നു. UDFന്റെ രാഷ്ട്രീയ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് കൺസോർഷ്യം പിരിച്ചുവിടുന്നത്. UDF നേതൃത്വം നൽകുന്ന സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ പുതിയ കൺസോർഷ്യം രൂപീകരിക്കാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. കൺസോർഷ്യം ഉടനെ രൂപീകരിക്കുമെന്ന് സഹകരണ മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ ഈ മാസത്തേത് വിതരണത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ മാസം 24, 25 തീയതികളിലേക്കായി ജൂലൈ മാസത്തെ പെൻഷൻ എത്തിച്ചേരുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിലെ വിതരണം കഴിഞ്ഞാൽ അടുത്ത മാസം ആദ്യത്തോടു കൂടി തന്നെ കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതാണ്. ഈ പെൻഷൻ വിതരണം കഴിഞ്ഞ് പിന്നെ ഒരു മാസത്തെ സാവകാശമൊന്നും ഉണ്ടാകില്ല. അതിനുള്ളിൽ തന്നെ ഓണപ്പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ്. 2 മാസത്തെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഓണപ്പെൻഷൻ നേരത്തെ ലഭിക്കും എന്ന കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഈ ഒരു മാസത്തിനുള്ളിൽ ക്ഷേമ പെൻഷൻ 6000 രൂപ വരെ, അതായത് ജൂലൈ പെൻഷനും ഓഗസ്റ്റ് പെൻഷനും ഓണായതുകൊണ്ട് തന്നെ സെപ്റ്റംബറത്തേത് നേരത്തെ നൽകാനും സാധ്യതയുണ്ട്. അങ്ങനെ 6000 രൂപ വരെ പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു മാസത്തിനുള്ളിൽ. ഇല്ലെങ്കിൽ 4000 ഉറപ്പാണ്. ഈ മാസത്തെയും അടുത്ത മാസത്തേതും ഒരു 25 ദിവസത്തിനുള്ളിൽ എന്തായാലും 20-25 ദിവസത്തിനുള്ളിൽ എന്തായാലും എത്തിച്ചേരുന്നതാണ്. ഇപ്പൊ ഇത് മാത്രമല്ല, ഓണായതുകൊണ്ട് ഇത് മാത്രമല്ല, വിവിധ സഹായങ്ങളാണ് സർക്കാരിൽ നിന്നും ലഭിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന വലിയ ആനുകൂല്യം. ഇരട്ടി റേഷനാണ് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കാൻ പോകുന്നത്. ഇരട്ടി റേഷൻ എന്ന് പറഞ്ഞാൽ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കടയിൽ നിന്നും അതേ സാധനങ്ങൾ തന്നെയാണ് ലഭിക്കുക. പിങ്ക് റേഷൻ കാർഡിന് കൂടുതലൊന്നും ഉണ്ടാകില്ല, ആ നിലവിൽ ലഭിക്കുന്നത് തന്നെയായിരിക്കും. പക്ഷേ മഞ്ഞ റേഷൻ കാർഡിന് സൗജന്യ ഓണക്കിറ്റ് ലഭിക്കുന്നതാണ്. അതിന് 56 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇനി നീല വെള്ള റേഷൻ കാർഡിന് സ്പെഷ്യൽ അരി ഉണ്ടാകും എന്നാണ് അറിയിക്കുന്നത്. 10 കിലോ വരെ സ്പെഷ്യൽ അരി ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. 10 രൂപ 90 പൈസ നിരക്കിലായിരിക്കും ആ ഒരു അരി ലഭിക്കുക. ആ ഒരു രീതിയിൽ ഇരട്ടി റേഷൻ ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, എല്ലാ റേഷൻ കാർഡുള്ളവർക്കും 3 കിറ്റ് പണം കൊടുത്ത് വാങ്ങാം. സബ്സിഡി സാധനങ്ങളും പണം കൊടുത്താൽ വാങ്ങാൻ കഴിയും. 200 കോടി രൂപയാണ് ഓണച്ചന്തകൾ തുടങ്ങുന്നതിനും ഓണക്കാലത്തെ വിപണി ഇടപെടലിനും വേണ്ടിയിട്ട് ധനവകുപ്പ് ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 3 വിധത്തിലുള്ള കിറ്റ്, അതായത് ഒരു 250 മുതൽ 300 രൂപ വരെ വില വരുന്ന ഒരു ഓണക്കിറ്റ്, അതുകൂടാതെ 500 രൂപ വില വരുന്ന കിറ്റ്, 1000 രൂപയുടെ കിറ്റ്, ഇങ്ങനെ 3 കിറ്റ് ലഭിക്കാനാണ് സാധ്യത. ഇതെല്ലാം എല്ലാ റേഷൻ കാർഡുള്ളവർക്കും വാങ്ങാൻ കഴിയുന്നതാണ്. ഈ കിറ്റിന്റെ വില ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാലും അതിന്റെ മൂല്യം അതിൽ കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഓണക്കിറ്റ് വിതരണവും
ഇപ്പോൾ ആരംഭിക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഓണം ബമ്പറിന്റെ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായും കൊണ്ട് 5 കോടി രൂപ ഒന്നാം സമ്മാന തുക കൂട്ടിയിട്ടുണ്ട്. ടിക്കറ്റ് വിലയിൽ വർധനവ് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും DADR കുടിശ്ശിക 2% വിതരണം ചെയ്യും. ഉത്സവ ഭത്ത, ഓണം ബോണസ് എന്നിവയും വിതരണം ചെയ്യുന്നതാണ്. അപ്പോൾ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് കുടുംബശ്രീ കോഴിയെ വളർത്തുന്നതിന് വേണ്ടി തരും. കേരള ചിക്കന്റെ കോഴി കുഞ്ഞുങ്ങളെയാണ് തരിക. വളർച്ചയെത്തുമ്പോൾ കുടുംബശ്രീ തന്നെ കോഴികളെ തിരികെ വാങ്ങുകയും ചെയ്യും. കേരള ചിക്കന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ ഫാമുകൾ തുടങ്ങുന്നതിനുള്ള അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. കുടുംബശ്രീ അംഗങ്ങൾക്കും ഓക്സിലറി ഗ്രൂപ്പുകൾക്കുമാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. സ്ഥല സൗകര്യം വേണം. ഒരു കോഴിക്ക് 1.2 ചതുരശ്ര അടി എന്നുള്ള നിലയ്ക്ക് 1000 മുതൽ 10,000 കോഴികളെ വരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്ര വലുപ്പത്തിലുള്ള ഫാമുകൾ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. തെരഞ്ഞെടുക്കപ്പെടുന്ന കർഷകർക്ക് ഒരു ദിവസം പ്രായമായ കുട്ടികളെ വളർത്താൻ ആവശ്യമായിട്ടുള്ള തീറ്റയും കുടുംബശ്രീ ബ്രോയിലർ ഫാമേഴ്സ് പ്രൊഡ്യൂസർ അസോസിയേഷൻ നൽകുന്നതാണ്. വളർച്ച എത്തിയിട്ടുള്ള കോഴികളെ ഈ കമ്പനി തന്നെ തിരിച്ചു വാങ്ങി പണവും നൽകുന്നതാണ്. www.keralachicken.org.in എന്ന വെബ്സൈറ്റിൽ നിന്നും അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ മിഷൻ ഓഫീസ് അല്ലെങ്കിൽ CDS ഓഫീസുമായിട്ട് ബന്ധപ്പെടാം. 0471 244 8144 എന്ന നമ്പറിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.